മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ.ടി. ഉനൈസാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇനി വരുന്ന പദ്ധതികൾ, ഏത് തരത്തിലുള്ള വികസന പദ്ധതികളാണ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏതൊക്കെ തരത്തിലാണ് ഊന്നൽ നൽകുന്നത്? സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് വരുന്ന സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ യുവജനങ്ങളെ, അതുപോലെ കർഷകരെ, അതുപോലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരെ, വയോജനങ്ങളെ, കുട്ടികളെ, സ്ത്രീകളെ ഈ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് കൃത്യമായി തന്നെ അവർക്ക് വേണ്ട പ്ലാനിങ്ങുകളും പദ്ധതികളും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആസൂത്രണ ബോർഡിന്റെ ആ ഒരു രൂപീകരണത്തിന് ശേഷം വർക്കിംഗ് കമ്മിറ്റികൾ ഇന്ന് യോഗം ചേരുകയും അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ നൂതനമായ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ അതിനെ കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിൽ വളരെയധികം പ്രായോഗികമാകുന്ന തരത്തിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ ഗുണം താഴെ തട്ടിലുള്ള സാധാരണക്കാർക്കും എത്തുന്ന രീതിയിലുള്ള പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ട്രൈബൽ പോപ്പുലേഷൻ കൂടുതലുള്ള ഒരു മേഖല കൂടിയാണ്. അപ്പോൾ അതിൽ ഊന്നൽ എങ്ങനെയാണ് പദ്ധതികളിൽ? ആദിവാസി ജനവിഭാഗം വളരെയധികം അധിവസിക്കുന്ന ഒരു മേഖല കൂടിയാണ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധി എന്ന് പറയുന്നത്. നിലവിലെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻസർ സെൻ്റർ ആയിട്ടുള്ള അംബേദ്കർ ഹോസ്പിറ്റൽ ആദിവാസി വിഭാഗത്തിൻ്റെ ചികിത്സ കൂടി ഉദ്ദേശിച്ചിട്ട് നിർമ്മിച്ചതാണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് അംബേദ്കർ ഹോസ്പിറ്റൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ലൈഫ് മിഷൻ പദ്ധതി, PMAY പദ്ധതിയിലൂടെയൊക്കെ ആദിവാസികൾക്ക് വീട്, അതുപോലെ അടിസ്ഥാന വർഗത്തിന് കൃത്യമായ വീടുകൾ, പാർപ്പിട സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വരുന്ന സാമ്പത്തിക വർഷത്തിലും നല്ല രീതിയിലുള്ള ഒരു തുക തന്നെ അതിനു വേണ്ടിയിട്ട് വകയിരുത്താൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റു സമസ്ത മേഖല, ആരോഗ്യ മേഖലയിലൊക്കെ ഒരു തീർച്ചയായിട്ടും അതുപോലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം മാനന്തവാടിയിലാണെങ്കിൽ നമുക്കൊക്കെ അറിയാം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം ഒരുപാട് ആളുകൾ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത്. നിലവിൽ നമുക്ക് മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം പരിമിതമാണ്. നിലവിൽ ഒരാഴ്ചയോളമായി മെഡിക്കൽ കോളേജിൽ എക്സ്റേ യൂണിറ്റിൻ്റെ പ്രവർത്തനം നിലച്ചിട്ട്, പക്ഷെ അതിനൊന്നും ഒരു കൃത്യമായ പരിഹാരം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന ജില്ലാ ക്യാൻസർ സെൻ്ററിൽ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും നമ്മൾ ഈ പരിമിതമായ നമ്മുടെ സാമ്പത്തിക അതുപോലെ ഫണ്ടിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വളരെ മികച്ച രീതിയിലുള്ള ചികിത്സയും അതുപോലെ പ്രവർത്തനങ്ങളും നടത്തി വരുന്നത്.